യെസ് USS എക്സാമും ക്രിസ്മസ് എക്സാമും എല്ലാം കൂടെ ആയിട്ട് ഒരു എക്സാം സീസൺ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. അപ്പോൾ USS പ്രിപ്പറേഷൻസ് ഒക്കെ മിസ്സിൻ്റെ മക്കൾ തുടങ്ങിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ പോകുന്നുണ്ട് എന്ന് പ്രിൻസ് പ്രതീക്ഷിക്കുകയാണ്. അപ്പം മറക്കണ്ട, ഇതേപോലെ നിങ്ങൾക്ക് ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും കഥയിലൂടെയും പാട്ടിലൂടെയും ഒക്കെ USSന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ USS എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്, അതും ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം നമുക്ക് ഇരുന്നിട്ട് അങ്ങ് പഠിച്ചിട്ട് തലയിൽ കയറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ചില സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും, കുറച്ച് ട്രിക്കോ അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USSന് അത്രയും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം മിസ് ഒരു കഥയിലൂടെ പറഞ്ഞു തന്നാൽ മതിയോ? റെഡിയാണോ? അപ്പോൾ ദാ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയിലൂടെ എന്ത് പഠിക്കാൻ പോവാണ്, എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓരോ പ്രാദേശിക ഭാഷയും അവരുടെ ലിറ്റററി വർക്ക്സ് ഏതാണെന്നും അത് രചിച്ചതാരാണെന്നുമുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പ്രാദേശിക ഭാഷ, അതിൻ്റെ കൃതി ഏതാണ്, രചയിതാവ് ഏതാണെന്ന് ഇത് ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം USS എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് ഒരു കഥയിലൂടെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കഥയിലൂടെയാണ് ഐഷ മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പോർഷൻ സെറ്റാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പഠിക്കുക, ഇത് അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം എന്നുള്ളൊരു തോട്ട് ആരുടെങ്കിലുമൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇനി നിങ്ങൾ തട്ടിക്കളയേണ്ടതില്ല, ഇത് ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് മിസ് സെറ്റാക്കി തരാം. ഓക്കെ, സോ നമ്മുടെ കോഡ് എന്താണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. എല്ലാവരും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പം നമ്മുടെ കോഡ് എന്താണെന്ന് വെച്ചാൽ സെയിം വേർഡ്. നമ്മുടെ കഥാപാത്രം ആരാ, നയനയാണ്. ഓക്കെ, നമ്മുടെ കഥാപാത്രം നയനയാണ്. അപ്പം നയനയുടെ വീട്ടിലേക്ക് അൽവാ കണ്ണാലേ നന്നാന പാട്ട് അറിയാലോ, ആ പാട്ടും അതോടൊപ്പം തന്നെ ഒരു മുறை വന്ന് പാത്തായ പാട്ടും പാടിയിട്ട് 4000 ആൾക്കാർ പോവാണ് ചെയ്തത്. എത്രയാള്, 4000 ആൾക്കാർ പോയി. അപ്പൊ ഇത് കാണുകയും തന്നെ അവളുടെ കന്നഡ വെച്ചിട്ടുള്ള അണ്ണനും അക്കയും ആകെ എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടു. ഇത്രയും ആൾക്കാരും ഇവരെയൊക്കെ എന്ത് ചെയ്യുന്ന ഫുൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവരെ കണ്ടിട്ടുള്ള ആരാണെന്ന് അറിയോ, യാരയാണ് നമ്മളുടെ നയനയുടെ സിസ്റ്റർ. ഓക്കെ, നയനയുടെ അനിയത്തിക്കുട്ടിയാണ് യാര പറഞ്ഞു, നന്നായി അണ്ണാ, നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കൊണ്ട് നമ്മളെ വീട്ടിലെ മഹാഭാരത തെലുങ്കുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിപ്പിക്കാം, അല്ലെങ്കിൽ തർജിമ ചെയ്യാം എന്ന് പറഞ്ഞു. ഇവർക്കൊരു പണി ഇരിക്കട്ടെ, 4000 ആളില്ലേ, അവരെന്ത് ചെയ്യും, നമ്മളുടെ വീട്ടിലെ മഹാഭാരത തെലുങ്കുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ 4000 ആളുടെ കൂട്ടത്തിൽ നിങ്ങൾ അറിയാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട്. അതാണ് നമ്മളുടെ ഹിന്ദി നടി പത്മാവതി. ഹിന്ദി നടി പത്മാവതി എങ്ങനെയാ വന്നതെന്ന് അറിയോ? എങ്ങനെയാ വന്നത്, സാരിയോ ചുരിദാറൊന്നും ഇട്ടിട്ടല്ല, ജെയ്സി ഇട്ടിട്ടാണ് വന്നത്. ഹിന്ദി നടി പത്മാവതി ജെയ്സി ഇട്ടിട്ട് വന്നു. ഒപ്പം തന്നെ നമ്മളുടെ മലയാളികളും ഉണ്ടായിരുന്നു. മലയാളികൾ എങ്ങനെയാ വന്നത്, പനയും കിളിപ്പാട്ടും മാലയും പൂന്തോട്ടവും ഒക്കെ ആയിട്ട് രാമാനുജന്റെയും കാസിയുടെയും കൂടിയാണ് മലയാളികൾ വന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇങ്ങനെ കോഡിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് സംഗതി കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നയനയുടെ വീട്ടിലേക്ക് നയനാഴ്സ് അൽവാ കണ്ണാലെ പാട്ട്, ആൽവാഴ്സ് ഒരു മുறை വന്ന് പാട്ടായ പാട്ട്, തിരുമുറൈകൾ പാടിയിട്ട് ആരെത്തി, 4000 ആൾക്കാരെത്തിയില്ലേ, അതാണ് 4000 ദിവ്യപ്രബന്ധം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടുള്ള അവളുടെ അക്കയും അതേപോലെ അണ്ണനും എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടു അല്ലേ. ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു അത്ഭുതപ്പെട്ടു എന്ന് പഠിക്കാം. എന്നിട്ട് കന്നഡ വെച്ചിട്ടുള്ള അക്കയും അണ്ണനുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 4000 ആൾക്കാരെ കണ്ട ഇവളുടെ കന്നഡ വെച്ചിട്ടുള്ള കന്നഡ വചനാസ് അണ്ണയും അതേപോലെ അക്കയും. ഓക്കെ, അണ്ണനും അക്കയും എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടു. ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ആരാണ്, യാരപ്രഗത. ആരായിരുന്നു, നയനയുടെ അനിയത്തി അല്ലെ. യാരപ്രഗത എന്ത് പറഞ്ഞു, നന്നായി അണ്ണ, നന്നയ്യ തിക്കണ്ണ, നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കൊണ്ട് നമ്മളെ വീട്ടിലെ മഹാഭാരത തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത തെലുങ്കു. ഇവരുടെ കൂടെ ആരുകൂടെ ഉണ്ടായിരുന്നു, ഹിന്ദി നടി പത്മാവതി. ഹിന്ദി പത്മാവത്. എങ്ങനെയാ പത്മാവതി വന്നത്, ജെയ്സി ഇട്ടിട്ട്, മാലിക് മുഹമ്മദ് ജെയ്സി. ഓക്കെ, ആൻഡ് കൂടെ മലയാളികളും ഉണ്ടായിരുന്നു. മലയാളം അവരെങ്ങനെയാ വന്നത്, പനയും കിളിപ്പാട്ടും മാലയും പൂന്തോട്ടവുമായിട്ടില്ലേ. ജ്ഞാനപ്പന
അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മുഹിയുദ്ദീൻ മാല, പൂന്താനം. ഓക്കെ, ആരുടെ കൂടെ വന്നത്? രാമാനുജന്റെയും കാസിയുടെയും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കാസി മുഹമ്മദ്. ഓക്കെ, ഷോർട്ട് ആയിട്ട് പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു പോർഷൻ നിന്നിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറയാം. നായനയുടെ വീട്ടിലേക്ക് അൽവ കണ്ണാലെ പാട്ടും ഒരു മുറി വന്ന് പാത്തായം പാട്ടും പാടിച്ച് 4000 ആൾക്കാർ പോയപ്പോൾ അവളുടെ കന്നഡ വെച്ചിട്ടുള്ള അണ്ണനും അക്കിയും ആകെ അത്ഭുതപ്പെട്ടു. അപ്പോൾ അവളുടെ അനിയത്തി യാര പറഞ്ഞു, ആ നന്നായി അണ്ണ, എന്ത് ചെയ്യാ, നമുക്ക് ഇവരെ കൊണ്ട് നമ്മുടെ മഹാഭാരതം തെലുങ്കുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാമെന്ന്. ഇവരുടെ കൂടെ ഹിന്ദി നടി പത്മാവതി ഉണ്ടായിരുന്നു. പത്മാവതി വന്നത് ജെയ്സി ഇട്ടിട്ടായിരുന്നു. ഒപ്പം തന്നെ മലയാളികൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ തന്നെ അവരുടെ കയ്യിൽ പനയും കിളിപ്പാട്ടും മാലയും പൂന്തോട്ടവും ഉണ്ടായിരുന്നു. മലയാളികൾ വന്നത് ആരും കൂടിയാണ്? രാമാനുജന്റെയും കാസിയുടെയും കൂടിയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ പ്രാദേശിക ഭാഷയും അതേപോലെ അതിലുള്ള കൃതികളും, ഫേമസ് ആയിട്ടുള്ള കൃതികളും, ഒപ്പം തന്നെ ഇത് രചിച്ച രചയിതാവും. ഓക്കെ, ഇത് രചയിച്ച ഓതേഴ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും USS എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നല്ല രീതിയിൽ കഥ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്ഷൻസ് കാണുമ്പോൾ ടിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ബൈ, താങ്ക് യു.